സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ, ഇന്നത്തെ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ചേട്ടൻ, ഇന്ന ദിവസം നമ്മളോടൊപ്പമായിരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടക്കൽ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ശ്രീമതി ടെസി തോമസ്, നമ്മുടെ സ്ഥാപനത്തിൽ ഈ ഒരു കോർപ്പറേറ്റിൽ കഴിഞ്ഞ 32 കൊല്ലം സേവനം ചെയ്ത് തൻ്റെ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി സിമി ജോസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹാദരവോടുകൂടി സ്നേഹമുള്ള വ്യക്തികളെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, നമ്മുടെ ഈ സ്കൂളിൻ്റെ 69ാമത്തെ വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും ആഘോഷിക്കുന്നു. അതിന് അച്ഛൻ വരണം, അച്ഛൻ ഒരു അനുഗ്രഹ പ്രഭാഷണം നൽകണം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ശ്രീമതി ടെസി ടീച്ചർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് വളരെ അഭിമാനത്തോടെയാണ് അത് ഏറ്റെടുത്തത്. കാരണം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ക്ലാസ് റൂം, ഞങ്ങളിരിക്കുന്ന ഈ സ്റ്റേജും ഒക്കെ എനിക്ക് അപരിചിതമല്ല. 1997, 98, 99 കാലഘട്ടങ്ങളിൽ ഈ സ്കൂളിൽ പഠിക്കുകയും ഈ സ്കൂളിൻ്റെ ചുറ്റുമുള്ള പരിസരങ്ങളിലൊക്കെ ഓടി നടന്ന് കളിച്ച് നടക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. വർഷങ്ങൾക്ക് ശേഷം ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്ത്, പ്രത്യേകിച്ച് ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒരുപാടുണ്ട്. അത് 1999 10ാം ക്ലാസ് പാസ്സായി ഈ ഒരു സ്കൂളിൽ നിന്ന് വിട പറഞ്ഞ് താഴത്തെ ഗേറ്റിങ്ങിൽ നിൽക്കുമ്പോഴുള്ള ഒരു കൗമാരക്കാരന്റെ വിങ്ങൽ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അടക്കാനാവാത്ത ഒരു ദുഃഖം തലം കിട്ടുന്ന നിമിഷമായിരുന്നു അത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ടുപോകുന്ന ഒരു നിമിഷം. അതിനുശേഷം നേരെ സെമിനാരിയിലേക്കും തുടർന്ന് വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷം പൗരോഹിത്യത്തിലേക്കും കടന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതയാത്രയിൽ ഈ സ്കൂളും ഈ സ്കൂളിലെ അധ്യാപകരും എനിക്ക് നൽകിയിട്ടുള്ള മൂല്യങ്ങളും അതുപോലെ തന്നെ വിജ്ഞാനവും മാത്രമേ അന്നും ഇന്നും എനിക്ക് കൈമുതലായിട്ടുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൈകറയ്ക്കാതെ കാല് കൂട്ടിയിടിക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് ഈ സ്കൂളിൽ എനിക്ക് ലഭിച്ച പരിശീലനത്തിൻ്റെ മികവാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന ഈ വിദ്യാലയത്തിന് ഒരുപക്ഷെ നമ്മൾ അഭിമാനപൂർവ്വം വലിയ സ്തുതികളോടെ ഏറ്റുപറയുന്ന ഈ തൊട്ടടുത്തുള്ള ഒരു CBSE സ്കൂളിനും സ്വീകരിക്കാനാവാത്ത അല്ലെങ്കിൽ ഏറ്റുപറയാനാവാത്ത ഒരു വലിയ ചരിത്രവും പാരമ്പര്യവും നമുക്കുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. 69 വർഷം എന്നുള്ളത് ചില്ലറ കാര്യമല്ല. 87 കൊല്ലം എന്നുള്ള നമ്മുടെ LP സ്കൂളിന്റെ ആ ഒരു ചരിത്രവും ചില്ലറ കാര്യമല്ല. കാരണം ഈ ഒരു നാടിന്റെ വളർച്ചയ്ക്ക് ഈ 2 സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുള്ള കർത്തവ്യം, അത് അവര് നിർവഹിച്ചിട്ടുള്ള ഒരു സേവനം, അത് അത്യുദാരമാണ്, വളരെ ഉന്നതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എടുത്തു പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ നാട്ടുകാരായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഈ സ്കൂളിൽ അനേകം പേർ പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. അവർ പലരും ഇന്ന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ വളരെ സ്തുത്യർഹമായ നിലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമാണ്. ആ ഒരു നിലയിൽ നമുക്കൊരിക്കലും നമ്മുടെ ഈ സ്കൂളിനെ ഇകഴ്ത്തിക്കാട്ടാനോ മറ്റ് CBSE സ്കൂളുകളുമായി ഇതിനെ കമ്പയർ ചെയ്യാനോ പോലും നമുക്ക് സാധിക്കുകയില്ല. ഇതിൻ്റെതായിട്ടുള്ള തനിമയുണ്ട്, ഇതിൻ്റെതായിട്ടുള്ള പാരമ്പര്യമുണ്ട്, ഇതിൻ്റെതായിട്ടുള്ള മഹിമയുണ്ട്.
അത് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ നമ്മളോട് സൂചിപ്പിച്ചതും. എപ്പോഴും ഈ സ്കൂളിൽ വരുമ്പോൾ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നത് ഈ ഒരു അഭിമാനവും സന്തോഷവും മാത്രമാണ്. ആ സമയത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കൊച്ചു കൊച്ചു കറക്ഷൻസും അടികളും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെയാണ് എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഇന്നേ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിമി ജോസ്, നമ്മുടെ ടീച്ചർ, LP സ്കൂളിന്റെ പ്രധാന അധ്യാപികയായിരുന്ന ടീച്ചർ വിരമിക്കുകയാണ്. എനിക്ക് ഈ ടീച്ചറിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന വികാരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം എൻ്റെ പ്രിയപ്പെട്ട പിതാവും എൻ്റെ മൂത്ത ജ്യേഷ്ഠനും അധ്യാപകരായിരുന്നു. എൻ്റെ പപ്പ 1995 റിട്ടയർ ആയതെങ്കിൽ കഴിഞ്ഞ വർഷമാണ് എൻ്റെ ചേട്ടൻ റിട്ടയർ ആയത്. അപ്പോൾ അതുവരെ വളരെ സന്തോഷപൂർവ്വം ഓടി നടന്നിരുന്ന, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണമെന്നുള്ള ചിന്തയോടുകൂടി നടന്നിരുന്ന അവർ രണ്ടുപേരും റിട്ടയർ ആയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം ഭയങ്കരമായിരുന്നു. ഒരു സങ്കടം. കാരണം ഇത്രയും നാളും ചുറ്റും ഓടി നടന്നിരുന്ന കുട്ടികൾ ചുറ്റും ഇല്ലല്ലോ എന്നൊരു ദുഃഖം തീർച്ചയായിട്ടും നമ്മളെ അലട്ടും. ടീച്ചർ എന്തെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് ടീച്ചറിന് ഫീൽ ചെയ്യും. ഈ ഒരു ഇത്രയും വർഷത്തെ കാലത്തെ സേവനം അത് വലിയ ഒരു സംഭാവനയാണ്. എത്രയോ കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ട് ടീച്ചറിന് സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വിദ്യ എന്ന് പറയുന്നത് അത് വിദ്യാധനം സർവധന പ്രധാനം എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്ക് ഈ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യ തന്നെയാണ്. അത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കാൻ ആ സമയത്ത് എനിക്ക് കഴിഞ്ഞിരുന്നു. ടീച്ചേഴ്സ് എനിക്ക് ഒത്തിരി പ്രോത്സാഹനം തന്നിരുന്നു. സ്റ്റേജിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സ്റ്റേജിലും ഈ പുറത്തുള്ള സ്റ്റേജിലുമായിട്ട് എത്രയോ തവണ പാട്ട് പാടാനും ഗ്രൂപ്പ് സോങ് പാടാനും ഒക്കെ ആയിട്ട് ഞാൻ കയറിയിരിക്കുന്നു. എത്രയോ തവണ ഡാൻസിനും അതുപോലെ തന്നെ സംഘഗാനത്തിനും ഒക്കെ ആയി കയറിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ ആ ഒരു അവസരങ്ങൾ അത് പിന്നീട് എനിക്ക് വലിയ മുതൽക്കൂട്ടുകളായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ഭയം മാറാനും ഈ സ്റ്റേജിനോടുള്ള ആ ഒരു പേടി മാറാനായിട്ടൊക്കെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് സൂചിപ്പിക്കാൻ ഒരേ ഒരു കാര്യം, ഈ സ്കൂള് നൽകുന്ന സേവനം, ബാക്കിയുള്ള സ്കൂളിലുള്ള സേവനം പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇവിടെ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു. അതും ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം അതും സൗജന്യമായി ലഭിക്കുമ്പോൾ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരോട് നമ്മൾ അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവും ആദരവും കാണിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യണം. ഈ അവസരത്തിൽ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി ഒന്നും പറയുന്നില്ല, സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. ഞാനിപ്പോൾ തൊടുപുഴയിലുള്ള നാദോപാസന എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. പ്ലസ് ഉപാസന എന്ന സാംസ്കാരിക വേദി. കഴിഞ്ഞ 40 കൊല്ലമായി ഉപാസനയും നാദോപാസനയും തൊടുപുഴയുടെ ഒരു മുഖമായ സാംസ്കാരിക മുഖമായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിൻ്റെ തലപ്പത്തേക്ക് വരുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം അങ്ങനെ വരാൻ മാത്രമുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും സഭ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചു പോരുന്നു. ഉപാസനയുടെ ഡയറക്ടർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമാണ്. കാരണം എല്ലാ ഞായറാഴ്ചകളിലും കഴിഞ്ഞ 40 കൊല്ലമായി നടക്കുന്ന പരിപാടികളിൽ ഇങ്ങനെ ഈ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ സ്കൂളിൽ നിന്ന് എനിക്ക് ലഭിച്ച ആ ഒരു പരിശീലനം കൊണ്ട് മാത്രമാണ്. സ്നേഹപൂർവ്വം ആ നന്മ നിറഞ്ഞ നിമിഷങ്ങളെ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ പ്രൊഫഷണലി ഐ എം എ സിംഗർ. ഞാൻ പാട്ട് പഠിച്ചയാളാണ്. ഡൽഹിയിലായിരുന്നു ഞാൻ എൻ്റെ പാട്ട് പഠിച്ചത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും എൻ്റെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം. ഏത് ഇൻസ്ട്രുമെന്റ് പഠിക്കാനും നിങ്ങൾക്ക് അവിടെ വരാം. നിങ്ങളൊരുപക്ഷെ ഈ നാടിന് അത്ര പരിചിതമല്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അത് ഒരു പുതിയ അനുഭവമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ഇത് മുമ്പിൽ ഇരിപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ അത്?
ഈ ഇൻസ്ട്രുമെന്റിന്റെ പേര് പറയാമോ? സാക്സോഫോൺ. ഇതൊരു വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ബെൽജിയൻ മ്യൂസിഷ്യൻ കണ്ടുപിടിച്ച 1800-കളിൽ കണ്ടുപിടിച്ച ഒരു ഇൻസ്ട്രുമെന്റ്. വളരെ മനോഹരമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അവിടെ റിസീവറിൽ ഒരു പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ? ഉണ്ടോ? വർക്ക് ചെയ്യുന്നില്ല. ഹലോ ഹലോ. ഒരു ഡിലേ ഇടണം, എക്കോ വിടരുതേ.
ഈ ഒരു ഇൻസ്ട്രുമെന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 മാസമായുള്ളൂ. ഞാനിത് സ്വയം ആരുടെ അടുത്ത് ഞാൻ പോയിട്ടില്ല, സ്വയം ആർജിച്ചെടുത്ത ഒരു കഴിവാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരാളല്ല, പക്ഷേ I can definitely see that I can speak for hours in English, in good English, in British English or in American English. അപ്പോൾ എനിക്കിവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പഠിച്ചാലും നമുക്കത് കിട്ടും. ഇവിടെ പഠിച്ചാലും നമുക്ക് എന്തും സ്വായത്തമാക്കാം. നമുക്ക് ഉള്ളിൽ എന്തും പിടിച്ചെടുക്കാനുള്ള ഒരു വില്ലും എല്ലാം പഠിക്കാനും സ്വീകരിക്കാനുള്ള നല്ല മനസ്സുണ്ടെങ്കിൽ എന്തും നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഇത്തരത്തിൽ ഇന്നിങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഓഡിയൻസിനെ കയ്യിലെടുക്കാനോ പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ടൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് തൻ്റെ ഔദ്യോഗികമായ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചറിന് ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും. വിരമിക്കുന്നതിന് ശേഷമാണ് ഈ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. എന്നെ ഈ ഇങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിലേക്ക് ഒരു പ്രഭാഷണം നടത്താനായിട്ട് ക്ഷണിച്ച എല്ലാ ഭാരവാഹികളോടുള്ള എൻ്റെ ഹൃദയംഗമമായ നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ ഒരു ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്നേഹപൂർവ്വം നേർന്നുകൊണ്ടും നിർത്തുകയാണ്. നന്ദി. Thank you, Father, for your inspiring address. I now invite Reverend Father Prince Parathanal once again to kindly distribute the P.L. George System Philosophy Cash Award